ടൈം ഡൊമെയിൻ ആൻഡ് ഫ്രീക്വൻസി ഡൊമെയിൻ കൺസെപ്റ്റ് പേര് കേട്ടാൽ ഇത്തിരി ഭീകരനായിട്ടൊക്കെ തോന്നുമെങ്കിലും അത്രയും ഭീകരനല്ല. ജസ്റ്റ് നമ്മൾ ഇതുവരെ കണ്ട ഡയഗ്രങ്ങളെല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുന്നത് എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡും വെച്ചാണ് പ്ലോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ടൈം അനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ വേരി ചെയ്യും എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ പ്ലോട്ട് ചെയ്തിരുന്നത്. കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പം ഫ്രീക്വൻസി ഇത് ഒരു രീതിയിലുള്ള പ്ലോട്ടാണ്. ഇതിൽ നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി മാറി വരുന്നുണ്ട്, ഫ്രീക്വൻസി മാറി മാറി വരും, ആംപ്ലിറ്റ്യൂഡും മാറി മാറി വരും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ടൈമിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസം വരുത്തുന്നതാണ് നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിൻ പ്ലോട്ടിൽ പ്ലോട്ട് ചെയ്യുന്നത്. ടൈം ഡൊമെയിൻ പ്ലോട്ടിൽ പ്ലോട്ട് ചെയ്യുന്നത്. ഇനി ഫ്രീക്വൻസി ഡൊമെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതി, അതായത് ഈ വേവ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പത്തിന് പല രീതിയിൽ വേവിനെ പ്ലോട്ട് ചെയ്തേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. The time domain plot shows the changes in signal amplitude with respect to time. സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ടൈം അനുസരിച്ച്, അതായത് ആദ്യത്തെ സെക്കൻഡിൽ എത്രയാണ്, ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, അടുത്ത മൂന്നാമത്തെ സെക്കൻഡിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, അതാണ് പ്ലോട്ട് ചെയ്യുന്നത് ടൈം ഡൊമെയിൻ പ്ലോട്ട്. ടൈമിനനുസരിച്ചാണ് ആംപ്ലിറ്റ്യൂഡ് പ്ലോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ആംപ്ലിറ്റ്യൂഡ് വേഴ്സസ് ടൈം പ്ലോട്ട്. ഫേസ് ഈസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി ഷോൺ ഇൻ ടൈം ഡൊമെയിൻ പ്ലോട്ട്. ഫേസ് എന്ന് പറയുന്ന സാധനം എക്സ്പ്ലിസിറ്റ്ലി കാണിക്കത്തില്ല, പക്ഷേ അതിനകത്തുനിന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ കേസിൽ ഇതാണ് നമ്മൾ ഫേസ് എന്ന് പറഞ്ഞത്. ഈ കേസിൽ ഫേസ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്, ഈ കേസിൽ 90 ഡിഗ്രിയാണ്, ഈ കേസിൽ 180 ഡിഗ്രിയാണ്, ഇവിടെ നിന്നാണ് തുടങ്ങിയിരുന്നതെങ്കിൽ 270 ഡിഗ്രിയാണ്, ഇവിടെ നിന്നാണെങ്കിൽ 360 ഡിഗ്രിയാണ്, വിച്ച് ഈസ് അഗെയിൻ 0 ഡിഗ്രി. ഇതുപോലെ തന്നെ ആയിരിക്കും പ്ലോട്ട് പോവുക ഇവിടുന്ന് തുടങ്ങുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ടൈം ഡൊമെയിൻ പ്ലോട്ടിൽ ടൈം ഡൊമെയിൻ പ്ലോട്ട് ആംപ്ലിറ്റ്യൂഡ് വേഴ്സസ് ടൈമാണ് പ്ലോട്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഫേസ് കാണിക്കുന്നില്ല. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഫേസ് എന്ന് പറഞ്ഞാൽ സിഗ്നൽ എവിടുന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഫേസിനെ 360 ഡിഗ്രി ഫേസ് എന്നാണ് പറയുന്നത്. ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെ 360 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒത്ത നടുക്കുള്ള പോയിന്റ് 360ൻ്റെ പകുതിയാണ് 180 ആണ്, അതിൻ്റെയും പകുതി 90 ആണ്. ഇതെന്ന് പറയുന്നത് 180 + 90 270 എന്ന് പറയുന്നത് 3/4 360ൻ്റെ മുക്കാൽ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ 360ൻ്റെ മുക്കാൽ ഭാഗം ഞാൻ പഠിച്ച കണക്കനുസരിച്ച് 270 ആണ്. അത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇങ്ങനെ ടൈം അനുസരിച്ചല്ലാതെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ആംപ്ലിറ്റ്യൂഡിനെ പ്ലോട്ട് ചെയ്യും. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സിഗ്നൽ പ്രോസസ്സിംഗ് ഒക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ, സിഗ്നൽ പ്രോസസ്സിംഗ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നത് എംടെക്കിൻ്റെ ഒക്കെ സിലബസിലാണ് വരുന്നത്. ബിടെക്കിന് വളരെ ബേസിക് ആയിട്ട് കുറച്ച് സിഗ്നൽ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതിനകത്ത് വരുമ്പോഴത്തേക്കും ഈ സിഗ്നൽ നമുക്ക് മാത്തമാറ്റിക്കലി സിഗ്നലിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും നല്ലത് ഫ്രീക്വൻസി ഡൊമെയിൻ പ്ലോട്ടാണ്. അതായത് ടൈം അല്ല. ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ടൈം മാറുന്നതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് മാറി മാറി വരുന്നുണ്ട്. അത് വീണ്ടും അതേപടി തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടം തൊട്ടുള്ള ടൈം 1000 സെക്കൻഡ് വരെ അല്ല 10,000 സെക്കൻഡ് വരെ പ്ലോട്ട് ചെയ്താലും സിഗ്നൽ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എളുപ്പമുള്ള മറ്റ് പ്ലോട്ടുകളുണ്ട്. അതായത് സിഗ്നൽ പ്രോസസ്സിങ്, സിഗ്നലിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വേറൊരു രീതിയിൽ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡും, പഴയ പോലെ തന്നെ ആംപ്ലിറ്റ്യൂഡാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ്. ടു ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി വി യൂസ് ഫ്രീക്വൻസി ഡൊമെയിൻ പ്ലോട്ട്. അപ്പോൾ ടൈമിന് പകരം ഇവിടെ ഫ്രീക്വൻസിയാണ്. മറ്റേടത്ത് ടൈം എക്സ് ആക്സിസിൽ കൊടുക്കുമ്പോൾ അതിന് ടൈം ഡൊമെയിൻ പ്ലോട്ട് എന്ന് പറയും. ഈ കേസിൽ ഫ്രീക്വൻസി എക്സ് ആക്സിസിൽ കൊടുക്കുമ്പോൾ ഫ്രീക്വൻസി ഡൊമെയിൻ പ്ലോട്ട് എന്ന് പറയും. A frequency domain plot is concerned with only peak value and the frequency. Peak value frequency ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ഡൊമെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ പീക്ക് വാല്യൂ 5 വോൾട്ട് ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഡൊമെയിൻ പ്ലോട്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എ സൈൻ വേവ് ഇൻ ദ ടൈം ഡൊമെയിൻ ആണ്. പീക്ക് വാല്യൂ 5 വോൾട്ട് ആണ്. ഫ്രീക്വൻസി 6 ഹെർട്സ് ആണ്. 6 ഹെർട്സ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഇവൻ 6 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് ഒന്നാമത്തേത്, ഇത് രണ്ടാമത്തേത്, ഇത് മൂന്നാമത്തേത്, ഇത് നാലാമത്തേത്, ഇത് അഞ്ചാമത്തേത്, ഇത് ആറാമത്തേത്. അപ്പോൾ ഒരു സെക്കൻഡ് ടൈമാണ്. ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഒരു സെക്കൻഡ് ടൈമാണ് കാണിച്ചേക്കുന്നത്. ആ ഒരു സെക്കൻഡിൽ ഇവൻ 6 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 6 ഹെർട്സ് ആണ്. 6 ഹെർട്സ് എന്ന് പറഞ്ഞാൽ 6 പെർ സെക്കൻഡ് എന്നാണ്. എന്നാൽ ഒരു സെക്കൻഡിൽ 6 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി 6 ഹെർട്സ് ആണ്. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ്. ഈ സിഗ്നലിനെ നമ്മൾ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡും കൊടുത്ത് പ്ലോട്ട് ചെയ്യുകയാണ്. 6 ഫ്രീക്വൻസി ആയിരിക്കുമ്പം ഈ പറഞ്ഞ നോക്കിക്കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെയുണ്ട്.
ഈ ആംപ്ലിറ്റ്യൂഡ് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഈ ഇവിടെ എവിടെ നോക്കിയാലും ഇതിൻ്റെ ഫ്രീക്വൻസി 6 ആണ് അല്ലേ. അപ്പം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെർട്ടിക്കലായിട്ടേ വരത്തുള്ളൂ. വെർട്ടിക്കലായിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 6 ഫ്രീക്വൻസി ആയിരിക്കുമ്പം തന്നെ സിഗ്നൽ 0 ആംപ്ലിറ്റ്യൂഡ് തൊട്ട് +5 ആംപ്ലിറ്റ്യൂഡ് വരെ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പ്ലോട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഫ്രീക്വൻസി 6 ഹെർട്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ഇവിടെ തൊട്ട് ഇവിടെ വരെ വേരി ചെയ്ത് വരാം. ശരിക്കും പറഞ്ഞാൽ താഴോട്ടും വരാം, പക്ഷേ ഈ കേസിൽ ഇത് മാത്രമേ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നുള്ളൂ. 6 ഹെർട്സ് ടു 5 ഹെർട്സ് വരെ 0 വോൾട്ട് തൊട്ട് 5 വോൾട്ട് വരെ ഫ്രീക്വൻസി വരും. എത്ര വോൾട്ട് വന്നാലും ആ സമയത്തെല്ലാം അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 6 ഹെർട്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും നമ്മുടെ ഗ്രാഫ്. ക്ലിയർ ആണോ? അപ്പോൾ ഇത് എപ്പോഴാണ് യൂസ് വരുന്നത്? ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഫ്രീക്വൻസി മാറി വരുന്ന, അതായത് ഒരേ സിഗ്നലിൽ തന്നെ പല ഫ്രീക്വൻസി വരുന്നതുകൊണ്ട് അപ്പോൾ ചിലപ്പോൾ 7-ലൊരു വര കാണും, 8-ലൊരു വര കാണും. അത് നമ്മൾ ഇനി വരുന്ന എക്സാമ്പിളിൽ നമ്മളത് കാണും. അപ്പോൾ ഇത് കണ്ടോ, ഈ കേസിൽ ഇതിനകത്ത് പല സിഗ്നലുണ്ട്, പല ഫ്രീക്വൻസിയാണ്. ഇത് ആദ്യത്തെ സിഗ്നലാണ്. 1 സെക്കൻഡ് ഡ്യൂറേഷനിൽ ഈ വലിയ സിഗ്നൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 8 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഈ 10 വോൾട്ടുള്ള സിഗ്നൽ. 10 വോൾട്ടുള്ള സിഗ്നലിൻ്റെ ഫ്രീക്വൻസി അപ്പോൾ 8 ആണ്. അത് വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. 8 ഫ്രീക്വൻസിയിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0 തൊട്ട് 10 വരെ വേരി ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ 5 ആംപ്ലിറ്റ്യൂഡുള്ള സിഗ്നൽ ഇവിടെ ശ്രദ്ധിച്ചാൽ 16 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും 1 സെക്കൻഡിനുള്ളിൽ. അപ്പോൾ 16 ആണ് അതിൻ്റെ ഫ്രീക്വൻസി. 16 ഫ്രീക്വൻസിയിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0 തൊട്ട് 5 വരെ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വരും. ഇനി ഒരു 15 വോൾട്ടുള്ള ഒരു സിഗ്നൽ പോകുന്നുണ്ട്. ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 ആണ് ഫ്രീക്വൻസി. കാരണം അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല സിഗ്നൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ സിഗ്നലിന് നമ്മൾ ഫ്രീക്വൻസി 0 എന്നാണ് പറയുന്നത്. അപ്പോൾ 0 ഹെർട്സിൽ 15 ആംപ്ലിറ്റ്യൂഡ് വരെ അതിന് ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നുണ്ട്. അതാണ് ടൈം ഡൊമെയിൻ പ്ലോട്ട്, ഫ്രീക്വൻസി ഡൊമെയിൻ പ്ലോട്ട്. ഇതിൻ്റെ ആവശ്യം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കോമ്പസിറ്റ് സിഗ്നലിലാണ്. ഇത്രയും പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. കോമ്പസിറ്റ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എ സിംഗിൾ ഫ്രീക്വൻസി സൈൻ വേവ് ഈസ് നോട്ട് യൂസ്ഫുൾ ഇൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ഒരേ ഫ്രീക്വൻസി ഉള്ള സൈൻ വേവിനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതെങ്കിലും അത് ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ്ഫുൾ അല്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പല ഫ്രീക്വൻസിയുള്ള പല കമ്പോണൻറ്റ് യൂസ് ചെയ്യും. വി നീഡ് ടു സെൻഡ് എ കോമ്പസിറ്റ് സിഗ്നൽ. ഒരു കോമ്പസിറ്റ് സിഗ്നൽ നമ്മൾ യൂസ് ചെയ്യും. ഒരു കോമ്പസിറ്റ് സിഗ്നൽ യൂസ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന പോലെയാണ്. ആ സിഗ്നലിനകത്ത് തന്നെ പല സിഗ്നൽസ് ഉണ്ടാവും. We need to send composite signal, a signal made of many simple sine wave. ഇത് നോക്കിയാൽ ഇതൊരു സൈൻ വേവ് ആണ് അല്ലേ? അകത്തൂടെ പോകുന്ന ഒരു സൈൻ വേവ് ആണ്, പുറത്തൂടെ പോകുന്ന വേറൊരു സൈൻ വേവ് ആണ്. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ ഉള്ള ഒരു സിഗ്നലിനെ നമ്മൾ കോമ്പോസിറ്റ് സിഗ്നൽ എന്ന് പറയും. ഇൻ ഏർലി 1900s ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ജീൻ ബാപ്റ്റൈസ് ഫൊറിയർ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. ഈ പുള്ളി സിഗ്നൽ പ്രോസസ്സിങ്ങിൽ ഒരു പ്രഗത്ഭനാണ്. സിഗ്നൽ പ്രോസസ്സിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫൊറിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഫൊറിയർ സീരീസ് എന്നൊക്കെ പറയുന്ന ഇത്. അപ്പോൾ ഫൊറിയർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ കണ്ടുപിടിച്ചു ഷോ ദാറ്റ് എനി കോമ്പോസിറ്റ് സിഗ്നൽ, ഏത് സിഗ്നൽ പുള്ളിക്ക് കൊടുത്താലും ആ സിഗ്നലിനെ എല്ലാം പല സൈൻ വേവിൻ്റെ കോമ്പിനേഷനായിട്ട്, പല ഫ്രീക്വൻസിയും പല വേവ് ലെങ്തും പല ആംപ്ലിറ്റ്യൂഡും ഉള്ള സൈൻ വേവിൻ്റെ കോമ്പിനേഷനായിട്ട് ഏത് കൊനസ്റ്റ് പിടിച്ച സിഗ്നലിനെ കൊടുത്താലും അയാൾ അതിനെ പലതായിട്ട് മാറ്റി കാണിക്കാം. അതായത് ഏത് കോമ്പോസിറ്റ് സിഗ്നൽ കൊടുത്താലും അത് പല സൈൻ വേവിൻ്റെ കോമ്പോസിറ്റ് സിഗ്നലായിട്ട് മാറ്റിയെടുക്കുക. അതിനകത്ത് ഇന്ന സൈൻ വേവുകളുണ്ട്, ഇന്ന സൈൻ വേവുകളെ മിക്സ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചെയ്യാമെന്ന് ഈ പുള്ളി കണ്ടുപിടിച്ചു. അതിനാണ് ഫൊറിയർ സീരീസ് അല്ലെ ഫൊറിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കോമ്പോസിറ്റ് സിഗ്നലിനെ അതിനകത്തുണ്ടായിരിക്കാൻ സാധ്യതയുള്ള സൈൻ വേവുകളായിട്ട് മാറ്റുന്നതിനാണ് ഫൊറിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പഠിക്കാനില്ല, അത് മനസ്സിലാക്കി വെക്കുക. സിഗ്നൽ ഈസ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് സിംഗിൾ സൈൻ വേവ് വിത്ത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസസ്. സിമ്പിൾ സൈൻ വേവുകളാണ്, പല സിമ്പിൾ സൈൻ വേവുകളുടെ കോമ്പിനേഷനാണ് ഏതെന്ന് പറയും. ഇറ്റ് ഈസ് കോൾഡ് ഫൊറിയർ അനാലിസിസ്. ഫൊറിയർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഫൊറിയർ അനാലിസിസ് എന്നാണ് പറയുന്നത്. ഇത് തന്നെ ഈ ഫൊറിയർ അനാലിസിസ് തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു പേപ്പറാണ്. ഭാഗ്യവശാൽ നിങ്ങൾക്ക് അതില്ല. അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, മനസ്സിലാക്കാൻ ഇത്തിരി പാടാണ്. ഞാനൊക്കെ അത് പഠിക്കുന്നത് എംടെക്കിൻ്റെ സിലബസിൽ പഠിക്കുമ്പോഴാണ് ഈ ഫൊറിയർ അനാലിസിസ് പഠിച്ചത്. അപ്പോൾ ഡിപ്ലോമ ലെവലിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഏത് കോമ്പോസിറ്റ് സിഗ്നലിനെ നമുക്ക് പല സൈൻ വേവുകളുടെ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് കണ്ടെയ്ൻഡ് ഇൻ എ കോമ്പോസിറ്റ് സിഗ്നൽ ഈസ് കോൾഡ് ബാൻഡ് വിഡ്ത്ത്. അതായത് ഒരു
ഒരു കോമ്പോസിറ്റ് സിഗ്നലിനെ നമുക്ക് പല സൈൻ വേവുകളുടെ കോമ്പിനേഷൻ ആയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കേസിൽ തന്നെ പല സൈൻ വേവുകൾ ഇവിടെ കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും, മറ്റേതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും. ഓരോ സിഗ്നലിനും ഓരോ ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ ആ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി, ഇപ്പോൾ ഈ കേസിൽ നോക്കിയാൽ ഒരു സിഗ്നലിൻ്റെ ഫ്രീക്വൻസി, ഇപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല. 8 ഫ്രീക്വൻസിയും 16 ഫ്രീക്വൻസിയും ഉള്ള ഒരു 2 സിഗ്നലുകളെ മിക്സ് ചെയ്താണ് ഇതിനകത്തൂടെ വിട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 8 ആണ് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത്. അതായത് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് 8 തൊട്ട് 16 വരെയുള്ള 8, 16 നിന്ന് 8 പോയാൽ 8 കിട്ടും. അപ്പോൾ 8 ആണ് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. 8 എന്ന് പറയുന്നത് 8 തുടങ്ങുന്നത് കൊണ്ടല്ല, കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. റേഞ്ച് ആണ് പറയുന്നത് 8 തൊട്ട് 16 വരെ. 8 തൊട്ട് 16 വരെ എന്ന് പറഞ്ഞാൽ 8 വാല്യൂസ് ആണുള്ളത്. അതാണ് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോമ്പോസിറ്റ് സിഗ്നലിനെ പല സൈൻ വേവുകളായിട്ട് നമുക്ക് ഡീകമ്പോസ് ചെയ്യാം. അങ്ങനെ ഡീകമ്പോസ് ചെയ്ത് കിട്ടുന്ന സിഗ്നലുകളിൽ ഏറ്റവും കുറവുള്ള ഫ്രീക്വൻസി തൊട്ട് ഏറ്റവും കൂടുതലുള്ള ഫ്രീക്വൻസി വരെയാണ് ആ കോമ്പോസിറ്റ് സിഗ്നലിൻ്റെ എന്തെന്ന് പറയുന്നത്, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? The bandwidth of a composite signal is difference between the highest and the lowest frequencies contained in the signal. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കേസിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 16 ഹെർട്സ് ആണ്, ലോവസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 8 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് 8 ആണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കോമ്പോസിറ്റ് സിഗ്നലാണ്. ഈ കോമ്പോസിറ്റ് സിഗ്നലിനകത്ത് വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് ഈ കിടക്കുന്ന സാധനങ്ങളാണ്. 3 സൈൻ വേവുകളെ ഒന്നിച്ച് മിക്സ് ചെയ്തേക്കുവാണ്. 3 സൈൻ വേവുകളെ ഒന്നിച്ച് മിക്സ് ചെയ്തൊരു സിഗ്നൽ ഉണ്ടാക്കിയേക്കുവാണ്. ഇതാ ഇവിടെ ഒരു സൈൻ വേവ് പോകുന്നുണ്ട്, കാണാമല്ലോ അല്ലേ? ബ്ലാക്ക് ലൈൻ വരച്ചേക്കുന്നത് ഭയങ്കര ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു ഫ്രീക്വൻസി. അതിൻ്റെ 9F ആണെന്ന് വിചാരിക്കുക അതിൻ്റെ ഫ്രീക്വൻസി. അതിന് പുറത്ത് വേറൊരു സിഗ്നൽ പോകുന്നുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി 3F ആണ്. പിന്നെ അതിന് പുറത്തുള്ള ഏറ്റവും മെയിൻ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി F ആണ്. മെയിൻ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി F ആണെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ അത് F ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ സിഗ്നൽ 3F ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ആ ഏറ്റവും ചെറിയ സിഗ്നൽ 9F ടൈംസ് റിപ്പീറ്റ് ചെയ്യും. അത്രയും ക്ലിയർ ആണോ? ഇപ്പോൾ ഈ 3 സിഗ്നലുകളെ നമ്മൾ ഒന്നിച്ചൊരു മീഡിയത്തിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡുകൾ തമ്മിൽ ആഡ് ചെയ്ത് വരും. അതായത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കൊണ്ടിരിക്കും. ഈ പർട്ടിക്കുലർ പോർഷൻ എത്തുമ്പോഴം വരെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുമായിരിക്കും. ഇവിടെ എത്തുമ്പം ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്ത് കുറയുന്നുണ്ട്. കാരണം ഇവിടെ അത് ഫുൾ നെഗറ്റീവ് എത്തും. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഈ പീക്ക് വാല്യൂവിൻ്റെ സമയത്ത് ഇവന് ഏറ്റവും പീക്കായിട്ടായിരുന്നു ഇരിക്കേണ്ടത്. പക്ഷേ വേറൊരു സിഗ്നൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗം കുഴിഞ്ഞു വരും. അതുപോലെ തന്നെ വേറൊരു സിഗ്നൽ ആ സമയത്ത് തന്നെ പോസിറ്റീവ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വെക്ടർ സമ്മാണ് നമ്മുടെ റിസൾട്ടായിട്ട് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പല ആംപ്ലിറ്റ്യൂഡുള്ള സിഗ്നലുകളെ വിടും. ഒരു പർട്ടിക്കുലർ ടൈമിലെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ടൈമിൽ 3 സിഗ്നലിലുള്ള ആംപ്ലിറ്റ്യൂഡിൻ്റെയും കൂടെ സമ്മായിരിക്കും. സം എന്ന് പറഞ്ഞാൽ ചിലപ്പം ചിലതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ കുറഞ്ഞു വരാം, കൂടി വരാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇപ്പോൾ ഇത് 3 സിഗ്നലുകളെ ഒന്നിച്ച് മിക്സ് ചെയ്ത് വിടുന്നതാണ്. ഏത് കോമ്പോസിറ്റ് സിഗ്നലിനെ നമുക്ക് സൈൻ വേവുകളുടെ കോമ്പിനേഷൻ ആയിട്ട് പറയാമെന്ന് പറഞ്ഞു. അതായത് ഈ മേളിൽ കാണിച്ചേക്കുന്ന ഈ സിഗ്നലിനെ നമുക്ക് ഫൊറിയർ അനാലിസിസ് നടത്തിയാൽ ഫൊറിയർ അനാലിസിസിൽ കൂടെ പല സൈൻ വേവുകളായിട്ട് ഡീകമ്പോസ് ചെയ്യാം. അങ്ങനെ പല സൈൻ വേവുകളായിട്ട് ഡീകമ്പോസ് ചെയ്തേക്കുന്നതാണ് താഴെ കാണിച്ചേക്കുന്ന 3 സിഗ്നലുകൾ. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഈ 3 സിഗ്നലുകളെയും കൂടെ കോമ്പിനേഷൻ ചെയ്ത് വിടുമ്പം ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന സിഗ്നലാണ് മേളിൽ കാണിച്ചേക്കുന്നത്. അത്രയും ക്ലിയർ ആണോ? അതായത് ഒരു റേഡിയോ സ്റ്റേഷൻ ആയിരിക്കും. ആ റേഡിയോ സ്റ്റേഷൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ് 3 ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകളെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ റിസീവ് ചെയ്യുന്ന ആൾക്ക് ഇങ്ങനെയായിരിക്കും കിട്ടിയേക്കുന്നത്. അപ്പോൾ 3 ഫ്രീക്വൻസി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ 3 സമയത്തും 3 ആംപ്ലിറ്റ്യൂഡും ഒരേ സമയത്ത് 3 ആംപ്ലിറ്റ്യൂഡും 3 ഇതുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ആംപ്ലിറ്റ്യൂഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള വാല്യൂ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ടൈമിലുള്ള 3 സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് തമ്മിൽ കൂട്ടുക എന്നുള്ളതാണ്. അത്രയും ക്ലിയർ ആണോ? 3 ഹലോ അപ്പം 3 സിഗ്നൽ വിടുന്നുണ്ട്. 3 സിഗ്നൽ ഉണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ പോയിന്റിലെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ വലിയ സിഗ്നലിൻ്റെയും ഇതിനകത്ത് വരുന്ന ചെറിയ ബ്ലൂ സിഗ്നലിൻ്റെയും താഴെ കൂടെ വരുന്ന ബ്ലാക്ക് സിഗ്നലിൻ്റെയും കൂടെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതാണ്. അതാണ് ഈ പർട്ടിക്കുലർ പോയിന്റിലെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കാണാമല്ലോ ഇവിടെ.
മനസ്സിലായോ? ഓക്കെ. ഇനി ഈ പർട്ടിക്കുലർ പോയിന്റിൽ എടുക്കാം. ഈ പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ഈ വലിയ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡും അതിന് താഴെ പോകുന്ന ബ്ലൂ കളറുള്ള ചെറിയ ബ്ലൂവിൻ്റെ ആംപ്ലിറ്റ്യൂഡും കൂടെ കൂടും. പക്ഷേ ഈ പർട്ടിക്കുലർ പോയിന്റ് താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഏറ്റവും ചെറിയ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നെഗറ്റീവാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുന്ന വാല്യൂവിൽ നിന്ന് ഈ വാല്യൂ കുറയ്ക്കണം. അതാണ് ഈ ഭാഗത്തായിട്ട് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് കിട്ടും. കാരണം ആഡ് ചെയ്യുന്ന വാല്യൂസ് രണ്ടും വലുതാണ്, കുറയ്ക്കുന്ന വാല്യൂ ചെറിയ നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ കുറച്ചേ കുറയുള്ളൂ, കൂടി തന്നെ നിൽക്കും. ഓക്കെ, അത്രയും ക്ലിയർ ആണോ? ഓക്കെ. അപ്പം ഈ വലിയ ബ്ലൂ സിഗ്നലും ചെറിയ ബ്ലൂ സിഗ്നലും കൂടെ ആഡ് ചെയ്താൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും നമുക്ക് സാധാരണഗതിയിൽ കിട്ടേണ്ടത്. പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഈ ചെറിയ സിഗ്നലിൻ്റെ ഒരു ഇതും കൂടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രീക്വൻസിയിൽ ഇവിടെ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ഇനി ഈ പർട്ടിക്കുലർ പോയിന്റ് വെച്ച് ഞാനൊന്ന് പറയാം. ഈ പർട്ടിക്കുലർ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ മേളിലോട്ടാണ്, അതുപോലെ തന്നെ ഈ ചെറിയ സിഗ്നലിൻ്റെ വാല്യൂ മേളിലോട്ടാണ്. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യും, ഇത് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഈ നടുക്കുള്ള ഈ പീക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അതാണ്, ഇങ്ങനെയാണ് നമ്മൾ സിഗ്നലുകളെ ഡീകമ്പോസ് ചെയ്യുന്നത്. ഈ ഡീകമ്പോസ് ചെയ്യാനായിട്ട് ടെക്നിക്കൊക്കെ ഉണ്ട്. ഇതിനെ ഒരു അനാലിസിസറിൽ കൂടെ കണക്ട് വിടുമ്പോഴത്തേക്കും അനാലിസിസർ നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരും. ഏതൊക്കെ സൈൻ വേവ്, എത്ര ഫ്രീക്വൻസി ഉള്ള, എത്ര ഫേസ് ഉള്ള, ഏതൊക്കെ സൈൻ വേവിനെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നതെന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് തരും. ഓക്കെ. ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ, അടുത്ത നമ്മുടെ ടോപ്പിക്ക് ഡിജിറ്റൽ സിഗ്നലാണ്. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ സീറോയും വണ്ണും ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സീറോയും വണ്ണും ആയിട്ടാണ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡാറ്റേനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് സീറോയും വണ്ണും ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന് ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയും. ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഡിജിറ്റൽ സിഗ്നലിംഗ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറില്ല. കാര്യം കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എല്ലാ ഡാറ്റയും ഡിജിറ്റലാണെന്ന് പറഞ്ഞാലും അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അനലോഗ് സിഗ്നലായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാറ്. അതെങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും, ഈ ഡിജിറ്റലിനെ എങ്ങനെ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ മൊഡ്യൂളിൽ തന്നെ അല്ല, ഈ മൊഡ്യൂളിൽ അടുത്ത മൊഡ്യൂളിൽ അങ്ങോട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നമുക്ക് സീറോയും വണ്ണും ആണല്ലോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഡിജിറ്റൽ സിഗ്നലിൽ. അപ്പോൾ സീറോയും വണ്ണും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യും നിങ്ങൾ? സീറോയും വണ്ണും ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ചിലപ്പോൾ 5 വോൾട്ട് ആയിരിക്കും. 5 വോൾട്ട് കൊടുക്കും. 5 വോൾട്ട് കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? 5 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു 1 ആണെന്നാണ്. ഒന്നും കൊടുത്തില്ല എങ്കിൽ സ്വിച്ച്, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ വീട്ടിൽ ഇരിക്കുകയാണ്, നിങ്ങളും നിങ്ങളുടെ അനിയനും കൂടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അമ്മ വന്നാൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ റൂമിലെ ഒരു ലൈറ്റിൻ്റെ സ്വിച്ച് പുറത്തുണ്ടെന്ന് വിചാരിക്കുക. ഒരു സ്വിച്ച് പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ സ്വിച്ചിൻ്റെ ലൈറ്റ്, അപ്പോൾ ആ സ്വിച്ച് പുറത്തായതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് റൂമിനകത്തുള്ള ഒരു ലൈറ്റ് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അനിയൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്നേഹനിധിയായ ചേച്ചി എന്ന നിലയിൽ നിങ്ങൾ അനിയനെ സഹായിക്കാമെന്ന് പറയും. എടാ, അമ്മ വരുമ്പോൾ ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കും, അപ്പം നിൻ്റെ മുറിയിലെ ലൈറ്റ് കത്തും. അപ്പം നീ മനസ്സിലാക്കിക്കോണം അമ്മ വന്ന് നിൽപ്പുണ്ട്. അപ്പം നീ ബുക്ക് എടുത്ത് ഉറക്കെ വായിച്ചോണം. എന്നിട്ട് ഞാൻ ഈ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ നിൻ്റെ മുറിയിലെ ലൈറ്റ് ഓഫ് ആവും. അപ്പോൾ നീ മനസ്സിലാക്കിക്കോണം അമ്മ പോയി വീണ്ടും സിനിമ കണ്ടോണം എന്ന് പറയാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സ്വിച്ച് പോയിട്ട് ഓൺ ആക്കും അമ്മ വരുമ്പോൾ. അപ്പോഴത്തേക്ക് എന്താണ്, അകത്തേക്ക് 1 എന്ന് പറയുന്ന വാല്യൂ ചെല്ലും. അപ്പോൾ 1 എന്ന് പറയുന്ന വാല്യൂ അകത്തോട്ട് ചെല്ലുമ്പോൾ അനിയൻ എന്ത് മനസ്സിലാക്കും? അമ്മ വന്ന് നിൽപ്പുണ്ട്, ചെയ്യണമെന്ന് മനസ്സിലാവും. കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ 0 എന്നുള്ള സിഗ്നലാണ് അകത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ 0 എന്നുള്ള സിഗ്നൽ അകത്തേക്ക് കൊടുക്കുമ്പോൾ ലൈറ്റ് അവിടെ ഓഫ് ആവും. അപ്പോൾ അവൻ എന്ത് മനസ്സിലാക്കും? ഓക്കെ, അമ്മ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ചേച്ചി ഓഫ് ആക്കിയെന്ന് മനസ്സിലാക്കും. അതുപോലെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു വയറുണ്ടാവും. ആ വയറിൽ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. നമുക്ക് വേണ്ടിയ ഡാറ്റ 1ഉം 0ഉം മാത്രം നമുക്ക് മതി. ആ 1ഉം 0ഉം മറ്റൊരു സ്ഥലത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ വയറിൽ കൂടെ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കൊടുത്താൽ മതി. അത് എത്രയാവാം? ഒന്നെങ്കിൽ 5 വോൾട്ട് ആവാം, 10 വോൾട്ട് ആവാം. ഞാൻ ഈ പറഞ്ഞ കേസിൽ 230 വോൾട്ടാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. 230 വോൾട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പുറത്ത് ലൈറ്റ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ആരും അനിയനെ ഇത് സഹായിച്ച് പ്രാക്ടിക്കലൊന്നും ചെയ്യണ്ട. ഈ സബ്ജക്റ്റിന് നമുക്ക് തിയറി മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കൽ ഇല്ല. അതുകൊണ്ട് ആരും പ്രാക്ടിക്കൽ ചെയ്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട കേട്ടോ. ഇൻഫർമേഷൻ can be represented in digital signal. For example, 1 can be encoded as a positive voltage and 0 as a 0 voltage. ഏതെങ്കിലും ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ അത് 1 ആണെന്നും ഒന്നും കിട്ടിയില്ല എങ്കിൽ 0 ആണെന്നും മനസ്സിലാക്കാം. ഡിജിറ്റൽ സിഗ്നൽ ക്യാൻ ഹാവ് മോർ ദാൻ 1 ലെവൽ. ഒന്നിൽ കൂടുതൽ ലെവലുകളാവാം. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലേ? ലെവലിൻ്റെ കാര്യം ഒഴിച്ച്
ഡിജിറ്റൽ സിഗ്നൽ ക്യാൻ ഹാവ് മോർ ദാൻ 2 ലെവൽസ്, ഒന്നിൽ കൂടുതൽ ലെവൽ ഉണ്ടാവാം. ഈച്ച് ലെവൽ ഹാസ് n ബിറ്റ്. അതായത് ഈ കേസിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 1 2 3 4 ലെവലുണ്ട്. 1 2 3 4 ലെവൽ. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4. ഓക്കെ, 1 2 3 4 ആണ്. 4 ലെവൽ കൊടുത്തിട്ടുണ്ട്. ഈ 0 ലെവൽ ഇല്ല. അപ്പോൾ എന്താണ് പല ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ ലെവലിലായിരിക്കുമ്പോൾ ഒരു വാല്യൂ, അതിന് തൊട്ട് മേളത്തെ ലെവലിലായിരിക്കുമ്പോൾ വേറൊരു വാല്യൂ, അതിന് തൊട്ട് മേളത്തെ ലെവലായിരിക്കുമ്പോൾ വേറൊരു വാല്യൂ, അതിന് മേളത്തെ ലെവലായിരിക്കുമ്പോൾ വേറൊരു വാല്യൂ, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ വെച്ച് നോക്കുവാണെങ്കിൽ 4 ലെവൽ ഉണ്ടെങ്കിൽ 4 വാല്യൂസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. 4 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം 4 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 1 2 3 ഇല്ലേ, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എത്രയാണ്? 0 1 2 3. 1ന് 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 0 ആണ് 0 എന്ന് പറയുന്നത്. 0 1 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. 1 0 എത്രയാണ്? 1 1 എത്രയാണ്? 1 1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 4 ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് 0 തൊട്ട് തുടങ്ങുവാണെങ്കിൽ 0 1 2 3 എന്ന് പറയുന്ന 3 വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യാം, ആണല്ലോ. 4 ലെവൽ ഉണ്ടെങ്കിൽ 0 റെപ്രസെൻറ്റ് ചെയ്യാം ഒരു ലെവലിൽ, അടുത്ത ലെവലിൽ 1 റെപ്രസെൻറ്റ് ചെയ്യാം, അടുത്ത ലെവലിൽ 2 റെപ്രസെൻറ്റ് ചെയ്യാം, അടുത്ത ലെവലിൽ 3 റെപ്രസെൻറ്റ് ചെയ്യാം. പറ്റുമല്ലോ? ഓക്കെ. അപ്പോൾ 2 ലെവൽ ഉണ്ടെങ്കിൽ 2 ബിറ്റ് വെച്ചിട്ട്, അപ്പോൾ 2 ബിറ്റാണ് ഈ കേസിൽ 0 0 0 1 1 0 1 1 അല്ലേ. അപ്പോൾ അങ്ങനെ 2 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 4 ലെവൽസ് വേണം അല്ലേ. അങ്ങനെയാണെങ്കിൽ 3 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ എത്ര ലെവൽ വേണം? 2 raised to 3 എന്ന് പറയുന്ന വാല്യൂ ആണ്. 2 raised to 3 ആണ് 8 കിട്ടുന്നത്. അപ്പോൾ n ബിറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, n ബിറ്റ്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 raised to n ലെവൽസ് ഉണ്ടായിരിക്കണം. 2 ബിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 2 raised to 2 4 ലെവൽസ് വേണമെന്ന് പറഞ്ഞു. അതുപോലെ 3 ബിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 2 raised to 3 8 ലെവൽസ് വേണമെന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ 4 ബിറ്റിനെ 4 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എത്ര ലെവൽസ് വേണ്ടി വരും? 16. 2 raised to 16 ബിറ്റ്സ് വേണ്ടി വരും അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എ ഡിജിറ്റൽ സിഗ്നൽ ക്യാൻ ഹാവ് മോർ ദാൻ 2 ലെവൽസ്. ഇഫ് ഈച്ച് ലെവൽ ഹാസ് n ബിറ്റ്സ് ദെൻ ദെയർ ഷുഡ് ബി 2 raised to n ലെവൽസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ബിറ്റ് റേറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ 0 1 ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞ കേസിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അമ്മ വന്ന് നിൽക്കുന്ന അത്രയും സമയം 1 ട്രാൻസ്ഫർ ചെയ്യും, അമ്മ പോകുമ്പോൾ 0 ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. ഈ കേസിൽ നമുക്ക് അങ്ങനെ നമ്മൾ ആക്ച്വൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. നമ്മൾ പറയുക 1 0 ആണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് ആണ് വാല്യൂ കൊടുക്കുന്നതെങ്കിൽ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ സിഗ്നൽ മാറ്റും, അടുത്ത ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യും എന്ന് നിങ്ങൾ അനിയനോട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അമ്മ വന്നോന്നോ അച്ഛൻ വന്നോന്നോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. അമ്മയോ അച്ഛനോ ചേച്ചിയോ മൂത്ത ചേച്ചിയോ അല്ലെ അമ്മാവനോ ആരെങ്കിലും 4 പേര് വന്നെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഓക്കെ അമ്മ വന്നാൽ ഞാൻ 0 0 ട്രാൻസ്ഫർ ചെയ്യും, അച്ഛൻ വന്നാൽ ഞാൻ 0 1 ട്രാൻസ്ഫർ ചെയ്യും, അമ്മാവും വന്നാൽ 1 0 ട്രാൻസ്ഫർ ചെയ്യും, അമ്മായി വന്നാൽ 1 1 ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയും. ഓക്കെ, ഏതാണെങ്കിലും 1 സെക്കൻഡ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ എന്ന് പറയും. ഒരു ബിറ്റ് 1 സെക്കൻഡ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ അമ്മ വന്നാൽ നിങ്ങൾക്ക് 0 0 വേണം, നിങ്ങൾ എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ചെയ്തിടും. അച്ഛൻ വന്നാൽ 0 1 വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം 1 സെക്കൻഡ് സ്വിച്ച് ഓഫ് ചെയ്തിടും, പിന്നെ 1 സെക്കൻഡ് ഓൺ ആക്കിയിടും, വീണ്ടും ഓഫ് ആക്കിയിടും. അപ്പോൾ എന്താകും? ആദ്യത്തെ 1 സെക്കൻഡ് നിങ്ങൾ ഓഫ് ആക്കി ഇട്ടതുകൊണ്ട് അനിയൻ മനസ്സിലാക്കും ആ 1 സെക്കൻഡ് സമയത്ത് 0 ആണ് വന്നത്. അടുത്ത 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 1 സെക്കൻഡ് ഓൺ ആയി നിന്നതുകൊണ്ട് അവൻ എന്ത് മനസ്സിലാക്കും? രണ്ടാമത്തേത് 1 ആണ് വന്നതെന്ന് മനസ്സിലാവും. ഇനി അമ്മാവനാ വന്നതെങ്കിൽ 1 0 ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം 1 സെക്കൻഡ് സ്വിച്ച് ഓൺ ആക്കിയിടും, 1 സെക്കൻഡ് കഴിയുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും 1 0 ആണ് വന്നതെന്ന് മനസ്സിലാവും. അപ്പം നിങ്ങൾ തമ്മിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? 1 സെക്കൻഡിലാണ് നിങ്ങൾ 1 ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അങ്ങനെ 1 ബിറ്റ് എത്ര സമയം ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ് ബിറ്റ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിറ്റ് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ് സെൻഡ് ഇൻ വൺസ്. ബിറ്റ് റേറ്റ് അല്ല, ബിറ്റിൻ്റെ ടൈം പീരീഡാണ് ഞാൻ പറഞ്ഞത്. ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ എത്ര എണ്ണം വിടുമെന്നുള്ളതാണ്. ബിറ്റിൻ്റെ ടൈം പീരീഡാണ് ഞാൻ മുമ്പത്തെ കേസിൽ പറഞ്ഞത്. അതായത് 1 സെക്കൻഡിൽ നിങ്ങൾ ഒരെണ്ണം വിടുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ബിറ്റ് റേറ്റ് 1 ആണ്. ഇപ്പോൾ 1 സെക്കൻഡിൽ നിങ്ങൾ 2 ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ ബിറ്റ് റേറ്റ് 2 ആണ്. നമ്പർ ഓഫ് ബിറ്റ്സ് ട്രാൻസ്ഫേർഡ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളതിൻ്റെ നേരെ തിരിച്ചുള്ള വാല്യൂ ആണ്. ബിറ്റ് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് സെൻഡ് ഇൻ 1 സെക്കൻഡ്.
എക്സ്പ്രസ്ഡ് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 2 ആയിരിക്കും. ഇതിൻ്റെ ഈ വാല്യൂ നിങ്ങൾ എവിടെയെങ്കിലും റിയൽ ലൈഫിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? BSNL മറ്റേ ഫൈബർ ഒക്കെ കണക്ഷൻ എടുക്കുമ്പോൾ അവർ പറയും 20 Mbps കണക്ഷനാണ്, 30 Mbps കണക്ഷനാണെന്നൊക്കെ പറയും. അതെന്താണ്? MBPS എന്ന് പറഞ്ഞാൽ മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നാണ്. അതായത് ആ ട്രാൻസ്ഫർ ചെയ്യുന്ന മോഡം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന ഇതുവഴി ഒരു സെക്കൻഡിൽ 20 മെഗാ ബിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബിറ്റ് ലെങ്ത് ഇസ് ദ ഡിസ്റ്റൻസ് 1 ബിറ്റ് ഒക്യുപ്പൈസ് ഓൺ എ ട്രാൻസ്മിഷൻ മീഡിയം. ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിൽ ഒരു ബിറ്റ് ഒക്യുപ്പൈ ചെയ്യുന്ന ലെങ്താണ്. ഇനി മുമ്പേ പറഞ്ഞ പോലെ തന്നെ ബിറ്റ് റേറ്റും ബിറ്റ് ലെങ്ത് ആണ് എത്ര സമയം ഒക്യുപ്പൈ ചെയ്യും എന്നുള്ളത് പറയുന്നത്. പ്രൊപ്പഗേഷൻ സ്പീഡ് ഇൻറ്റു ബിറ്റ് ഡ്യൂറേഷൻ ആണ് ബിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര സമയം വിടുമെന്നുള്ളതാണ് ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ബിറ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റ് എത്ര സമയം ട്രാൻസ്ഫർ ചെയ്യുമെന്നുള്ളതാണ് ബിറ്റ് ഡ്യൂറേഷൻ. അത് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടില്ല. ഹൗ മച്ച് ടൈം എ ബിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഈസ് കോൾഡ് ബിറ്റ് ഡ്യൂറേഷൻ. അപ്പോൾ പ്രൊപ്പഗേഷൻ സ്പീഡിനെ ബിറ്റ് ഡ്യൂറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ ബിറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സെക്കൻഡോ, ഒരു സെക്കൻഡോ അല്ലെങ്കിൽ അര സെക്കൻഡോ ആയിരിക്കും. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു ബിറ്റിൻ്റെ ലെങ്ത് കിട്ടും. ക്ലിയർ ആണോ? നമുക്ക് സ്പീഡിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എന്താണ്? സ്പീഡിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ഡിസ്റ്റൻസ് ആണ്. അല്ലേ? 20 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്ന ഒരു വാല്യൂ 20 സെക്കൻഡിൽ എത്ര പോകും നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 20 എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കും. അല്ലേ? എന്ന് പറഞ്ഞ പോലെ പ്രൊപ്പഗേഷൻ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞാൽ ഒരു ബിറ്റ് ഡ്യൂറേഷൻ ഇത്ര സമയം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ബിറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു പ്രൊപ്പഗേഷൻ സ്പീഡ് ഇൻറ്റു ബിറ്റ് ഡ്യൂറേഷൻ. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന്